വിശുദ്ധിയുടെ സുഗന്ധം വമിക്കുന്ന മഞ്ഞിനിക്കരയുടെ മണ്ണിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ഉജ്ജ്വല നക്ഷത്രമായി ഇന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഏലിയാസ് തൃതീയൻ പത്രിയർക്കീസ് ബാവായുടെ ഈ ഓർമ്മ പെരുന്നാൾ ദിനം നമ്മുടെ വിശ്വാസയാത്രയിലെ ഒരു വലിയ ഊർജ സ്രോതസ്സാണ്. 1867 ഒക്ടോബർ 13 തുർക്കിയിലെ മർദീനിൽ അബ്രഹാം കോർ എപ്പിസ്കോപ്പയുടെയും മറിയത്തിന്റെയും മകനായി നസ്രി എന്ന പേരിൽ അദ്ദേഹം ജനിച്ചു. ബാല്യത്തിൽ തന്നെ മാതാവ് മരിച്ചതിനെ തുടർന്ന് മൂത്ത സഹോദരി ഹെൽനയുടെ സംരക്ഷണയിലാണ് അദ്ദേഹം വളർന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം സ്വർണ്ണപ്പണിക്കാരനായും പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥനായും അദ്ദേഹം ജോലി നോക്കിയിരുന്നു. ആത്മീയതയോടുള്ള താല്പര്യം തിരിച്ചറിഞ്ഞ അന്ത്യോക്യൻ പത്രിയർക്കീസ് പരിശുദ്ധ പത്രോസ് നാലാമൻ ബാവായുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വൈദിക പഠനത്തിന് ചേർന്നു. 1887 ശമാശനായും 1889 ഏലിയാസ് എന്ന പേരിൽ സന്യാസിയായും 1892 കശീശയായും അഭിഷിക്തനായി. 1908 അദ്ദേഹത്തെ ഇസ്താംബുളിലെ മെത്രാപ്പോലിത്തയായി അവരോധിച്ചു. തുടർന്ന് 1917 അന്ത്യോക്യയുടെയും കിഴക്കൊക്കയുടെയും 119ാമത് പാത്രിയർക്കീസായി അദ്ദേഹം സ്ഥാനമേറ്റു. മലങ്കര സഭയിലെ സമാധാന ചർച്ചകൾക്കായി അന്നത്തെ വൈസ്രോയി ലോർഡ് ഇർവിൻ ബാവായെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. തന്റെ മോശമായ ആരോഗ്യസ്ഥിതി അവഗണിച്ചും ഇവിടെയായാലും ഇന്ത്യയിലായാലും മരണം അനിവാര്യമാണ്, എന്റെ മക്കൾക്കായി എന്റെ ജീവൻ ബലിയർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം 1931 ഇന്ത്യയിലേക്ക് തിരിച്ചു. 1931 മാർച്ചിൽ അദ്ദേഹം കേരളത്തിലെത്തി. സമാധാനത്തിനായുള്ള നിരവധി ശ്രമങ്ങൾ അദ്ദേഹം നടത്തി. 1932 ഫെബ്രുവരി 11 പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞനിക്കരയിലെ മോർ സ്തേഫാനോസ് പള്ളിയിൽ എത്തിച്ചേർന്നു. അവിടുത്തെ ശാന്തമായ അന്തരീക്ഷം കണ്ട് ഇവിടെ എനിക്ക് വലിയ ആശ്വാസം തോന്നുന്നു, എനിക്ക് ഇവിടെ സ്ഥിരമായി താമസിക്കണമെന്ന് അദ്ദേഹം അരുളി ചെയ്തു. ഫെബ്രുവരി 13 ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്നുണ്ടായ ദേഹാസ്വസ്ഥതയെ തുടർന്ന് പരിശുദ്ധ ബാവ കാലം ചെയ്തു. മലങ്കരയിൽ ഖബറടങ്ങിയ ഏക അന്ത്യോക്യൻ പത്രിയർക്കീസാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഖബറിടം സ്ഥിതി ചെയ്യുന്നിടത്ത് മഞ്ഞനിക്കര ദയറ സ്ഥാപിച്ചു. 1987 അദ്ദേഹത്തെ പരിശുദ്ധനായി സഭ പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ഫെബ്രുവരി 13 പരിശുദ്ധ ബാവായുടെ ദുക്രോനോ പെരുന്നാൾ പരിശുദ്ധ സഭ കൊണ്ടാടുന്നു. ഈ അവസരത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ കാൽനടയായി പരിശുദ്ധ ബാവായുടെ ഖബറിടത്തിൽ എത്തിച്ചേരുന്നു. Elias,